ഒരുപാട് പ്രതീക്ഷകളുമായി ജീവിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ആ പ്രതീക്ഷകളൊക്കെ ഒരു ദിവസം കൊണ്ട് തകിടം മറിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്കത് വിചാരിക്കാൻ പോലും കഴിയില്ലല്ലേ? എന്തൊക്കെ സ്വപ്നങ്ങൾ, എന്തൊക്കെ ആഗ്രഹങ്ങളാണ് കൂട്ടിവെക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ, ഒരു നിമിഷത്തിൽ അതൊക്കെ മാഞ്ഞുപോയാൽ എന്തായിരിക്കും അവസ്ഥ? ഇതൊക്കെ ഓരോ മനുഷ്യരുടെയും കാര്യമാണ്. എന്നാൽ ഒരു ഗ്രാമം മുഴുവനും അങ്ങനെ ആയാൽ എന്ത് ചെയ്യും? പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ഓരോ പ്രശ്നങ്ങൾ കൊണ്ട് പാടെ ഇല്ലാതാകുന്ന ചില നഗരങ്ങളെ പറ്റി. ഇപ്പോൾ മനുഷ്യർക്ക് മാത്രമാണ് ഒരു പ്രശ്നമുണ്ടാകുന്നതെങ്കിലോ, താമസിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ നമുക്ക് ആ വീട് വിട്ട് മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷെ ഒരു ഗ്രാമം മുഴുവനും അങ്ങനെ ആയാൽ എന്ത് സംഭവിക്കും? ഒരു ഗ്രാമത്തിനുള്ളിൽ എന്തൊക്കെയുണ്ട്? കോളേജ്, സ്കൂൾ, ആശുപത്രി എന്നുവേണ്ട സകലതുമുണ്ട്. അതൊക്കെ ഒരു രാത്രി കൊണ്ട് അപ്രത്യക്ഷമാവുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊന്നും അത് വിചാരിക്കാൻ പോലും സാധിക്കില്ല. അങ്ങനെ ഒരു സ്ഥലമുണ്ട്, ധനുഷ്കോടി. ഈ വീഡിയോ മുഴുവനും കണ്ടവസാനിപ്പിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. മരണത്തെ കൺമുൻപിൽ കാണുന്ന ഒരവസ്ഥ അത്രയേറെ ഭീകരം. അതാണ് ആ ഒരു ഗ്രാമവാസികളിൽ കാണാൻ കഴിയുക. ആ ഗ്രാമവാസികളുടെ അപ്പോഴത്തെ അവസ്ഥ എന്തായിരുന്നിരിക്കും? ധനുഷ്കോടി എന്ന നഗരത്തിൻ്റെ ഭീകരമായ, ഭയപ്പെടുത്തുന്ന ഒരു ചരിത്രത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നറിയാൻ പോകുന്നത്. ഇന്ത്യയുടെ തമിഴ്നാട്ടിൽ പാമ്പൻ ദ്വീപിന്റെ തെക്ക് കിഴക്കറ്റത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമായിരുന്നു ധനുഷ്കോടി. പാമ്പൻ ദ്വീപിന് തെക്ക് കിഴക്കായി ശ്രീലങ്കയിലെ ഒരു പഴയ തുറമുഖ കെട്ടിടമായിരുന്നു മുൻകാലത്ത് ധനുഷ്കോടി. ഇവിടെ നിന്നും രാമേശ്വരത്തേക്ക് 18 കിലോമീറ്റർ ദൂരമുണ്ട്. വൻകരയുമായി ഈ ദ്വീപിനെ ബന്ധിപ്പിക്കുന്നത് പാമ്പൻ പാലമാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുണ്ടായിരുന്ന കപ്പൽ ഗതാഗതത്തിൽ ഒരു പ്രധാന കണ്ണിയായിരുന്നു ഈ ചെറിയ തുറമുഖം. ഇന്നിവിടെ മത്സ്യബന്ധന വ്യവസായത്തിനും പേര് കേട്ടതാണ്. ബ്രിട്ടീഷ് കാലം മുതൽ ബംഗാൾ കാലത്തെ ഒരു തുറമുഖ പട്ടണമായിരുന്നു ധനുഷ്കോടി. ആ തുറമുഖ പട്ടണത്തിൽ റെയിൽവേ സ്റ്റേഷനും തുറമുഖ ഓഫീസിനും പുറമെ കസ്റ്റംസ്, ഫിഷറീസ്, തപാൽ ഓഫീസുകളും ഉണ്ടായിരുന്നു. കൂടാതെ ക്രിസ്ത്യൻ ചർച്ച്, ഹിന്ദു ക്ഷേത്രം, ആശുപത്രി, സ്കൂൾ, ടെക്സ്റ്റൈൽ ഷോപ്പ്, ഹോട്ടൽ എന്നിവയുമൊക്കെ ഉണ്ട്. മത്സ്യബന്ധനത്തിന് പോകുന്നവരും തുറമുഖ ജോലികൾ ചെയ്യുന്നവരും ഒട്ടനവധി ഉണ്ടായിരുന്നു. ബലികർമ്മത്തിന് വരുന്ന ഹിന്ദു തീർത്ഥാടകരും അവിടെ സജീവമായിരുന്നു. എല്ലാവരും അവരവരുടെ ജോലികൾ ചെയ്ത് സന്തോഷത്തോടെ ജീവിച്ച ഒരു നഗരം. പുരാണ പ്രസിദ്ധമായ രാമേശ്വരവുമായുള്ള ബന്ധം മൂലം ധനുഷ്കോടിയും ഹിന്ദുക്കളുടെ ഒരു പുണ്യ തീർത്ഥാടന കേന്ദ്രമായിരുന്നു. ധനുസിന്റെ അറ്റമെന്നാണ് ധനുഷ്കോടി എന്ന വാക്കിന്റെ അർത്ഥം. രാമൻ സീതുബന്ധനം തീർത്തത് ഇവിടെ നിന്നാണ് എന്നാണ് രാമായണം സൂചന നൽകുന്നത്. ഹിന്ദു പുരാണ ഇതിഹാസ ഗ്രന്ഥങ്ങൾ പ്രകാരം സീതാദേവിയെ വീണ്ടെടുക്കാൻ ശ്രീരാമൻ ലങ്കയിലേക്ക് സേതുബന്ധനം നടത്തുമ്പോൾ പണി തുടങ്ങാൻ തന്റെ ധനുസ് കൊണ്ട് അടയാളപ്പെടുത്തിയിരുന്നത് ധനുഷ്കോടിയുടെ തെക്കേ അറ്റമായിരുന്നു. ഇങ്ങനെയാണ് ഐതിഹ്യം. യുദ്ധാനന്തരം തിരികെ വരുമ്പോൾ രാവണന്റെ സഹോദരനും രാമഭക്തനുമായ വിഭീഷണന്റെ അപേക്ഷ പ്രകാരം ഭാരതതീരത്തെ ലങ്കയുമായി ബന്ധിപ്പിക്കുന്ന സേതുവിന്റെ ഒരറ്റം ശ്രീരാമൻ തന്റെ ധനുസിന്റെ അറ്റം കൊണ്ട് മുറിച്ചു കളഞ്ഞു. ലങ്കയിൽ നിന്നും രാക്ഷസന്മാർ തിരികെ ഭാരതത്തിലേക്ക് കടക്കാതിരിക്കുവാൻ വേണ്ടിയായിരുന്നു അത്. പുരാണ കാലത്ത് മഹോദധി എന്നറിയപ്പെട്ടിരുന്ന ബംഗാൾ ഉൾക്കടലും രത്നാകരം എന്നറിയപ്പെട്ടിരുന്ന ഹിന്ദു മഹാസമുദ്രവും സംഗമിക്കുന്ന രാമസേതുവിലെ പുണ്യസ്നാനം രാമേശ്വര തീർത്ഥാടനത്തിന്റെ മുന്നോടിയാണ്. ശ്രീരാമൻ നിർമ്മിച്ച രാമസേതുവിന്റെ അവശിഷ്ടം എന്ന് വിശ്വസിക്കപ്പെടുന്ന ഏകദേശം 18 കിലോമീറ്റർ നീളത്തിൽ ശ്രീലങ്കയോളം എത്തുന്ന പാറക്കെട്ടിന്റെ ഒരു നിര ധനുഷ്കോടിയിൽ നിന്നും ആരംഭിക്കുന്നു. ഭാരതത്തിലെ ഹിന്ദു വിശ്വാസപ്രകാരം കാശി തീർത്ഥാടനം പൂർത്തിയാക്കണമെങ്കിൽ രാമേശ്വരം ക്ഷേത്ര ദർശനവും സേതു സ്നാനവും കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട്. സംസ്കൃതത്തിൽ സേതു എന്ന വാക്ക് പാത, പാലം എന്നിവയെ സൂചിപ്പിക്കുന്നു. ആധുനിക കാലത്ത് സേതു എന്ന വാക്ക് കൂടുതലായും ലങ്കയിൽ തന്നെ ശ്രീരാമൻ നിർമ്മിച്ച പാലം എന്നതിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. 1964 ഡിസംബർ 17 ആൻഡമാൻ സമുദ്രഭാഗത്തുണ്ടായ ന്യൂനമർദ്ദത്തെപ്പറ്റി കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ തൊട്ടടുത്ത് ഈ ന്യൂനമർദ്ദം അതിശക്തമായ കൊടുങ്കാറ്റായി മാറി പരിണമിച്ചു. അക്കൊല്ലത്തെ ക്രിസ്മസ് ആഘോഷിക്കാനിരിക്കെയാണ് ആ ദുരന്തം ധനുഷ്കോടിയെ തേടിയെത്തിയത്. എല്ലാവരുടെയും സ്വപ്നങ്ങൾക്കുമേൽ ആ കൊടുങ്കാറ്റ് ആഞ്ഞുവീശി. ബംഗാൾ ഉൾക്കടലിലെ കപ്പലിൽ നിന്നും ഒരു മെസ്സേജ് വന്നിരുന്നു. കൊടുങ്കാറ്റ് ഒരുപാട് ശക്തിയുള്ളതായിരുന്നു എന്നാണ് അതിലുണ്ടായിരുന്നത്. കടലും ആകാശവും ഇരുണ്ടിരുന്നു. അപ്പോഴേക്കും ചുഴലിക്കാറ്റ് രാമേശ്വരത്തെയും സിലോണിനെയും ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരുന്നു. ഒരുപക്ഷെ അവർ ഇത്രയും ഭീകരമായ ഒരു അന്തരീക്ഷം ഇതുവരെയും കണ്ടിട്ടുണ്ടാകില്ല.
അതുകൊണ്ട് തന്നെ അവരെല്ലാം നന്നായി ഭയപ്പെട്ടു. ഇതൊന്നും അറിയാതെ മധുരയിൽ നിന്ന് 115 ആൾക്കാരുമായി മധുര ധനുഷ്കോടി പാസഞ്ചർ ട്രെയിൻ ധനുഷ്കോടിയെ ലക്ഷ്യമാക്കി വരുന്നുണ്ടായിരുന്നു. ട്രെയിനിൽ കൂടുതലും വിദ്യാർത്ഥികളായിരുന്നു ഉണ്ടായിരുന്നത്. മധുരയിലും ഇന്ത്യയിലുള്ള മറ്റു കോളേജിലും പോയി വിദ്യാർത്ഥികൾ അവരുടെ ക്രിസ്മസ് അവധിക്കാലം കുടുംബവുമായി ആഘോഷിക്കാൻ വേണ്ടിയുള്ള സന്തോഷയാത്രയിലായിരുന്നു. പക്ഷേ ധനുഷ്കോടിയിലേക്ക് അടുക്കുംതോറും അവരുടെ സന്തോഷമൊക്കെ മാറി ഭയത്തിൻ്റെ നിഴൽ വന്നു. കാരണം പുറത്തെങ്ങും ഇതുവരെ കണ്ടിട്ടില്ലാത്ത കൂരിരുട്ട്, ശക്തമായ കാറ്റും മഴയും. അങ്ങനെ എല്ലാം കൊണ്ടും ട്രെയിനിലുണ്ടായിരുന്ന എല്ലാവരും ഭയന്ന് വിറച്ചു. സമയം അർദ്ധരാത്രിയോടടുത്തു. ട്രെയിൻ പാളങ്ങളൊന്നും കൃത്യമായി കാണുന്നില്ലെങ്കിലും ട്രെയിൻ എങ്ങനെയെങ്കിലും ധനുഷ്കോടിയിൽ എത്തിച്ച് തൻ്റെ ഡ്യൂട്ടി തീർക്കാനുള്ള തന്ത്രപ്പാടിൽ പാമ്പൻ പാലത്തിലൂടെ ട്രെയിൻ ശക്തിയായി മുന്നോട്ടോടി. അപ്പോഴാണ് ഒരു വിധിയെന്നോണം ആ പടുകൂട്ടൻ ചുഴലിക്കാറ്റ് വീശിയത്. അതിൻ്റെ ശക്തി പ്രതീക്ഷിച്ചതിലും 100 മടങ്ങ് അധികമായിരുന്നു. അതുകൊണ്ട് തന്നെ പാമ്പൻ പാലം പൊട്ടി വീഴുകയും കൂടെ ആ ട്രെയിൻ വെള്ളത്തിലേക്ക് മറിഞ്ഞു വീഴുകയും ചെയ്തു. ട്രെയിനിലുള്ള 115 പേരും സംഭവസ്ഥലത്ത് മരിച്ചു. അതേസമയം ധനുഷ്കോടിയിലെ അവസ്ഥയും ഒട്ടും മോശമല്ലായിരുന്നു. മണിക്കൂറിൽ 250 കിലോമീറ്റർ വേഗതയിലായിരുന്നു ആ കൊടുങ്കാറ്റ് ധനുഷ്കോടിയെ വിഴുങ്ങിയത്. ആ കൊടുങ്കാറ്റ് കടലിലെ തിരമാലകളെ 7 മീറ്ററിന് മുകളിൽ ഉയർത്തി ധനുഷ്കോടിയെ വെള്ളത്തിൽ ആഴ്ത്തുകയും ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന അമ്പലവും പള്ളിയും റെയിൽവേ സ്റ്റേഷനും ആശുപത്രിയും എല്ലാം ആ തിരമാലകളിൽ തകർന്നു വീണു. 1800 പേരുടെ മരണം സ്ഥിരീകരിച്ചു. 3000-ന് മുകളിൽ ആൾക്കാരെ കാണാതായി. ആ ദ്വീപിൽ മൃതദേഹങ്ങൾ ഇങ്ങനെ കുമിഞ്ഞുകൂടി. ഒരു കൂട്ടക്കരച്ചിൽ ഉയർന്നു. രക്ഷാപ്രവർത്തകർക്ക് പോലും നന്നേ ബുദ്ധിമുട്ടേണ്ടി വന്നു. എന്നാൽ ഈ വൻ ദുരന്തം രാജ്യമറിയാൻ ഒരുപാട് സമയമെടുത്തു. കൃത്യം 48 മണിക്കൂറുകൾക്ക് ശേഷം ഡിസംബർ 25-നായിരുന്നു ധനുഷ്കോടി എന്ന പുണ്യസ്ഥലം മുങ്ങിപ്പോയെന്ന് രാജ്യം അറിയുന്നത് തന്നെ. പാമ്പൻ ദ്വീപിന്റെ കിഴക്ക് തെക്കായി ധനുഷ്കോടിയിൽ ഈയൊരു ദാരുണ സംഭവം നടക്കുമ്പോൾ ദ്വീപിലെ എതിർഭാഗത്ത് പാമ്പൻ പാലവും തകർന്നു വീണു കഴിഞ്ഞിരുന്നു. ഇതേസമയം പാമ്പൻ ദ്വീപിന് ചുറ്റോട് ചുറ്റും ഉയർന്നു വന്ന കൊടുങ്കാറ്റിനെയും കൂറ്റൻ തിരമാലകളെയും ഭയന്ന് ജനങ്ങൾ രാമേശ്വരത്തിലെ പുരാണ രാമനാഥസ്വാമി ക്ഷേത്രത്തിൽ അഭയം നേടുകയും ചെയ്തു. തൊട്ടടുത്ത് കടലുണ്ടായിട്ടും അന്ന് രാമേശ്വരത്ത് കടൽ കയറാത്ത ഏക സ്ഥലമായിരുന്നു രാമനാഥസ്വാമി ക്ഷേത്രം. ആ പാതിരാത്രി ധനുഷ്കോടിയെ വിഴുങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ആ കൊടുങ്കാറ്റ് ശ്രീലങ്കയുടെ വടക്ക് പടിഞ്ഞാറ് പാക് ഉൾക്കടലിലെ ജാഫ്ന ജില്ലയിലെ വാഫൂനിയ, തലേമന്നാർ പട്ടണങ്ങളെ ലങ്ക നാളിതുവരെ കണ്ട ഏറ്റവും വലിയ സൈക്ലോണിലൂടെ കശക്കി എറിഞ്ഞിരുന്നു. ആ ദുരന്തത്തിന്റെ തീവ്രതയൊന്നും പാമ്പൻ ദ്വീപിലെ സാധാരണ ജനങ്ങൾക്ക് അറിയാനുള്ള ആധുനിക വാർത്താ സാങ്കേതിക വിദ്യയൊന്നും ആ സമയത്തില്ലായിരുന്നു. ആ കൊടുങ്കാറ്റിനെ കുറിച്ച് ബംഗാൾ സമുദ്രത്തിൽ സഞ്ചരിച്ചിരുന്ന കപ്പലുകൾ ധനുഷ്കോടി തുറമുഖത്തിന് കൊടുത്തിരിക്കുന്ന റേഡിയോ സന്ദേശങ്ങൾ മാത്രമായിരുന്നിരിക്കാം ആകെക്കൂടി ടീമിന് ലഭ്യമായിട്ടുള്ള വാർത്തകൾ. അതുകൊണ്ട് തന്നെ അത്രയൊന്നും മുൻകരുതലുകളും ആരും എടുത്തില്ല. അന്ന് ആ വലിയ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടത് വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രം. അവിടെ ഉണ്ടായിരുന്ന ഈ ദുരന്തത്തിന് ശേഷം ഇക്കാലം അത്രയും ഇന്ത്യൻ ഗവൺമെന്റ് ധനുഷ്കോടിയെ മനുഷ്യവാസയോഗ്യമല്ലാത്ത സ്ഥലമായിട്ടാണ് കണ്ടിരുന്നതെങ്കിലും ആ ദുരന്ത ഭൂമിയിലേക്കാണ് ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്നു. ഇതാണ് ധനുഷ്കോടിയുടെ പ്രാധാന്യം. ഇപ്പോഴും ധനുഷ്കോടി സന്ദർശിച്ചാൽ ആ പഴയ ധനുഷ്കോടിയുടെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്നിരുന്നാലും രാത്രി കാലങ്ങളിൽ ഇപ്പോഴും ആളുകൾക്ക് അവിടം സന്ദർശിക്കാൻ ഇത്തിരിയൊന്ന് ഭയമുണ്ടാകും. കാരണം അത്രയും ഭീകരമായി മരണപ്പെട്ടവരുടെ ആത്മാക്കൾ അവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട് എന്നാണ് മറ്റൊരു വിശ്വാസം. ലോകത്തിലുള്ള പല പ്രേത നഗരങ്ങളുടെ പട്ടികയിലേക്ക് ധനുഷ്കോടിയും ചേർക്കപ്പെട്ടു. പൂർവികരുടെ മരണത്തിന്റെ ദുഃഖം പേറി ഇപ്പോഴും പുതുതലമുറയിലെ കുറച്ചുപേർ തങ്ങളുടെ ദിവസങ്ങൾ തള്ളി നീക്കാൻ വരുമാനത്തിനായി ടൂറിസ്റ്റുകൾക്ക് വഴികാട്ടിയായി നടക്കുന്നു. കടലിൽ നിന്നും അടിയുന്ന വിവിധ തരത്തിലുള്ള ശംഖുകൾ വിറ്റും അവർ ഉപജീവന മാർഗത്തിനുള്ള വഴിയും കണ്ടെത്തുന്നു. ആളും ആരവങ്ങളുമില്ലാത്ത ധനുഷ്കോടിയിലെ ദ്രവിച്ച കെട്ടിടങ്ങൾക്കും പറയാനുണ്ടാകും കുറേയേറെ തകർന്നടിഞ്ഞ സ്വപ്നങ്ങളുടെ കഥ. ഒരു വിങ്ങലോടെ അല്ലാതെ നമുക്ക് ധനുഷ്കോടിയുടെ ആ ഭീകര ദുരന്തത്തെക്കുറിച്ച് ആലോചിക്കാനേ സാധിക്കില്ല. അത്രയേറെ വേദന നിറഞ്ഞതായിരുന്നു അവിടെ സംഭവിച്ച കാര്യങ്ങൾ. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസിന് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.